നമസ്കാരം. ഇ.ഡി. ആക്രമണ കേസിൽ സർക്കാരിന്റെ വജ്രായുധം. മരം മുറിക്കാരിൽ നിന്നും ജീവൻ രക്ഷിച്ച നിയമപ്പുലി. ഇ.ഡി. ആക്രമണ കേസ് ഇനി എങ്ങോട്ട്? ഇനി അത് നയിക്കുന്നതാര്? ഇനി അതിന്റെ നായകനാര്? ഇനി അത് നയിക്കാൻ വരുന്നത് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ആയിരിക്കും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. സോളാറിലടക്കം ഉമ്മൻചാണ്ടിക്ക് വേണ്ടി നിലയുറപ്പിച്ച നിയമപ്പുലി. പ്രോസിക്യൂഷൻ തെറ്റുതിരുത്തുവാൻ ഹെവി വെയിറ്റ് അഭിഭാഷകൻ എത്തുമ്പോൾ ഇനി എന്തായിരിക്കും ഈ കേസിൽ സംഭവിക്കുക എന്നതാണ്. കുപ്രസിദ്ധരായിട്ടുള്ള മരമുറിക്കാരുടെ വൻ ചതിക്കുഴിയിൽ നിന്നും ഇൻട്രോയൽ ഫർണിച്ചർ ഉടമകളെ അസാധാരണമായ നിയമബുദ്ധിയിലൂടെ രക്ഷിച്ചെടുത്ത തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് എ സന്തോഷ് കുമാർ. ആ സന്തോഷ് കുമാർ ഇനി ഇ.ഡി. ആക്രമണ കേസിൽ സർക്കാരിന്റെ വജ്രായുധമാവുകയാണ്. ഹോളിഡേ ഇൻ കരാറിൽ, അത് ഹോട്ടൽ കരാറായിരുന്നു, ആ ഹോട്ടൽ കരാറിന്റെ മറവിൽ ഇൻട്രോയിൽ ഉടമകളെ തകർക്കാൻ മരമുറിക്കാർ ഒരുക്കിയ വൻ ചതിയാണ് സന്തോഷ് കുമാർ വളരെ കർശനമായി ഇടപെട്ട് തകർത്ത് തരിപ്പണമാക്കിയത്. പ്രതിസന്ധികളിൽ മാന്ത്രിക ഇടപെടൽ നടത്തുന്ന ഇതേ തന്ത്രജ്ഞതയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഇ.ഡി. ആക്രമണ കേസിലെ അട്ടിമറി തടയുവാനും സന്തോഷ് കുമാറിനെ തേടിയെത്താൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരിയെ തെറിപ്പിച്ചാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോടതി മുറികളിലെ ഈ പുലിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിന്റെ വരവോടെ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇനി എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണിപ്പോൾ. കേവലം ഒരു പ്രോസിക്യൂട്ടർ നിയമത്തിനപ്പുറം വലിയ നയതന്ത്ര രാഷ്ട്രീയ പ്രാധാന്യമാണ് ഹൈക്കോടതിയിലും സെഷൻസ് കോടതിയിലും ഒരുപോലെ തിളങ്ങുന്ന സന്തോഷ് കുമാറിന്റെ നിയോഗത്തിലുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അങ്ങേയറ്റം വിശ്വസ്തനായിട്ടുള്ള അഭിഭാഷകനായാണ് സന്തോഷ് കുമാർ അറിയപ്പെടുന്നത്. സോളാർ കേസിന്റെ പശ്ചാത്തലത്തിൽ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച കോളിളക്കം സൃഷ്ടിച്ച ആരോപണങ്ങളിൽ വി.എസിനെതിരെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കോടതിയിൽ നിയമ പോരാട്ടം നയിച്ചതും മാനനഷ്ട കേസ് ഫയൽ ചെയ്തതും ഇതേ സന്തോഷ് കുമാർ ആയിരുന്നു. ഭരണകൂടത്തിന് തലവേദനയാകുന്ന വൻ ക്രിമിനൽ കേസുകൾ വരുമ്പോൾ വിശ്വസിച്ചേൽപ്പിക്കുവാൻ പറ്റിയ കരിയർ റെക്കോർഡാണ് സന്തോഷ് കുമാർ എന്നുള്ള വക്കീലിനുള്ളത്. 2011-15 കാലഘട്ടത്തിൽ UDF കാലയളവിൽ തിരുവനന്തപുരം ജില്ലാ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന അദ്ദേഹം കേരളത്തെ നടുക്കിയ കല്ലുവാതക്കൽ വിഷമദ്യ ദുരന്തം, ക്രമസമാധാന നിലയെ ഉലച്ച ചെറിയ തുറ വെടിവെപ്പ് തുടങ്ങിയ അതീവ ഗുരുതരമായിട്ടുള്ള കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി തിളങ്ങിയിട്ടുണ്ട്. വലിയ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനമുള്ള വൻ സ്രാവുകളെ കോടതി മുറികളിൽ വരിഞ്ഞു മുറുക്കുവാൻ കെൽപ്പുള്ള ഈ ക്രിമിനൽ അഭിഭാഷകൻ കസേരയിലേക്ക് എത്തുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് പ്രതിപക്ഷ നിരയിലെ പ്രമുഖരാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വസതിയിൽ പരിശോധന നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ CPM DYFI പ്രവർത്തകർ ആക്രമിക്കുകയും വാഹനം തകർക്കുകയും ചെയ്ത കേസ് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളതാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തിയ കേസിൽ 9ാം പ്രതിയായിട്ടുള്ള ഹരീഷ് കുമാറിന് ജാമ്യം ലഭിക്കുവാൻ പ്രോസിക്യൂഷൻ തന്നെ വഴിമരുന്നിട്ടത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്ന പോലീസ് റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായിട്ട് പ്രതിക്ക് കസ്റ്റഡിയുടെ ആവശ്യമില്ല എന്നാണ് LDF സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ട ഗീനാകുമാരി കോടതിയിൽ വാദിച്ചത്. ഒരു പ്രോസിക്യൂട്ടർ സ്വന്തം അന്വേഷണ സംഘത്തെ പിന്നിൽ നിന്നും കുത്തിയ ഈ അട്ടിമറി തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ബി കൃഷ്ണ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ആഭ്യന്തരമന്ത്രിക്കും കൃത്യമായിട്ടുള്ള തെളിവുകളോടെ പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. കേസ് അട്ടിമറിക്കുവാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നു എന്ന കമ്മീഷണർ റിപ്പോർട്ടിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മ്യൂസിയം SHO പ്രശാന്തും DGP ഞായറാഴ്ച അടിയന്തര ചർച്ച നടത്തിയത്. വിട്ടുവീഴ്ചയില്ലാത്ത ഈ പോലീസ് നിലപാടാണ് ഒടുവിൽ ഗീനാകുമാരിയുടെ പുറത്താക്കലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. താൽക്കാലികമായുള്ള ചുമതല അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്ക് നൽകിയിരുന്നുവെങ്കിലും കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും പ്രതിഭാഗത്തിന്റെ അട്ടിമറി നീക്കങ്ങളും ചെറുക്കുവാൻ സന്തോഷ് കുമാറിനെ പോലൊരു ഹെവി വെയിറ്റ് അഭിഭാഷകൻ തന്നെ വേണമെന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. മുൻപ് ഇൻട്രോയൽ ഫർണിച്ചർ കേസിൽ മരമുറിക്കാരുടെ സങ്കീർണമായിട്ടുള്ള നിയമക്കുരുക്കൾ അഴിച്ചതുപോലെ ഇ.ഡി. കേസിൽ പ്രോസിക്യൂഷന് പറ്റിയ പിഴവുകൾ പരിഹരിക്കുവാൻ സന്തോഷ് കുമാറിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള പരിചയ സമ്പത്ത് സഹായിക്കുമെന്ന് സർക്കാർ കണക്കാക്കുകയാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് അതീവ ഗൗരവതരമാണ് എന്നും പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കൂട്ടുനിന്ന പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെയും CPM-നെയും പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്ന വജ്രായുധവുമായിട്ട് അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് പ്രഖ്യാപിച്ച് സർക്കാരിന്റെ ഉത്തരവിറങ്ങിയത്. ഇതോടെ സർക്കാരിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് പുതിയ വേഗത കൈവന്നിരിക്കുകയാണ്. ഗൂഢാലോചനയും പ്രോസിക്യൂട്ടർ തലത്തിൽ ഒത്തുകളിയും നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുവാനും ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുകൾ അട്ടിമറിക്കുവാൻ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണത്തിലും അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിന്റെ നിയമോപദേശങ്ങൾ നിർണായകമാവുക തന്നെ ചെയ്യും. 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുവാനും
ജാമ്യ ഹർജിയിൽ മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ കൂടി എതിർകക്ഷിയാക്കാനുമാണ് പോലീസിന്റെ നീക്കം. ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സർക്കാരിനായിട്ട് നേരിട്ട് ഹാജരാകും. കേസിന്റെ മുഴുവൻ വിവരങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘം സന്തോഷ് കുമാറിന് കൈമാറുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ഇഡി ആക്രമണ കേസിൽ സർക്കാരിന്റെ വജ്രായുധമായിട്ട് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ എത്തുകയാണ്. മരം മുറിക്കാരിൽ നിന്നും പാവപ്പെട്ടവരുടെ ജീവൻ രക്ഷിച്ചെടുത്ത ഒരു നിയമ പുലി തന്നെയാണ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.